സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ബസ്സിലാവട്ടെ, ട്രെയിനിലാവട്ടെ, മറ്റ് യാത്ര ചെയ്യുമ്പോൾ, മാർക്കറ്റിലാവട്ടെ, പല സ്ഥലങ്ങളിലും അവർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്ന ഒരു വിഭാഗത്തെയാണ് ദർശിക്കാൻ കഴിയുന്നത്. അതേസമയം പുരുഷന്മാർക്കെതിരെ വ്യാജ പരാതികൾ നൽകുന്ന സ്ത്രീകളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഒരു തലത്തിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം ഉണ്ടെങ്കിലും ആ നിയമം ദുരുപയോഗം ചെയ്യുന്ന വംശജങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മാർക്കറ്റിലും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി പറയും സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകളുടെ വസ്ത്രധാരണം മൂലം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മനസ്സ് മൃഗമനസ്സാണ്. അതായത് സ്ത്രീകളുടെ വസ്ത്രം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പം നിങ്ങളുടെ സ്വഭാവം മാറും. സ്ത്രീകൾ ഫുള്ള് മൂടിക്കെട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാന്യന്മാരാവും. പക്ഷേ സ്ത്രീകളുടെ വസ്ത്രം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറെ തരത്തിലാവും. ഈ സ്വഭാവം ഒരിക്കലും നല്ലതല്ല. വസ്ത്രം കണ്ടിട്ട് ഇതുപോലെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ശക്തമായ മാനസിക രോഗമാണ് നിങ്ങൾക്കുള്ളത്. അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒന്നാണ്. വസ്ത്രം മാറുമ്പോഴേക്കും വേറെ തരത്തിലുള്ള വസ്ത്രങ്ങൾ മൂടിക്കെട്ടിയിട്ട് നടക്കണം. മൂടിക്കെട്ടാതെ നടന്നു കഴിഞ്ഞാൽ പ്രശ്നം. അങ്ങനെയൊക്കെ പറയുന്നത് വളരെ ലാഘവത്തോടു കൂടിയാണ് പലരും പറയുന്നത്. വസ്ത്രമാണോ പ്രശ്നം? നിങ്ങളുടെ കാഴ്ചപ്പാടാണ് പ്രശ്നം. ഇത് മുതലാക്കിയാണ് സ്ത്രീകളും ഇതേപോലെ വ്യാജ പരാതികളും കൊടുത്ത് പുരുഷന്മാരെ ആപ്പിലാക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളിലും പിതാവിനെതിരെ പോലും മകള് വ്യാജ പരാതി കൊടുത്ത് പോക്സോ കേസിൽ അടച്ചിടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു വിചാരം മനസ്സിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വസ്ത്രധാരണമോ അതോ മറ്റോ അല്ല, ഒരു സാമൂഹിക മൂല്യച്യുതി പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളൊരു മാറ്റം വേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ കീഴിൽ ഇപ്പോൾ തുഫാൻ, അത് വളരെ ശക്തമായിട്ടുള്ളൊരു നടപടിയാണ്. അതായത് ഈ പല ആളുകളും മയക്കുമരുന്നിന് അടിമകളാണ്, മദ്യത്തിന് അടിമകളാണ്. ഇതെല്ലാമാണ് ഈ പ്രശ്നങ്ങളുടെ മെയിൻ കാരണം. അതേപോലെ ഒരു സംഭവമാണ് മൊബൈൽ ഫോണ് പല ആൾക്കാർക്കും അഡിക്ഷനായിട്ട് മാറുകയാണ്. ഇത് മാറ്റേണ്ട ഒരു സംഭവം തന്നെയാണ്. നമ്മളുടെ പല മതകാര്യ സ്ഥാപനങ്ങളും വേണ്ട വിധത്തിൽ ഇവരെന്നെ പരിശീലിപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഈ ദേവാലയങ്ങളിൽ നിന്നും മറ്റുമായി, അമ്പലങ്ങളിൽ നിന്നും അവരുടെ ക്ലാസ്സുകളിൽ നിന്നും മറ്റുമായിട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്.